ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉഷാ രഘുനന്ദനൻ. 3 പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. +2 മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് 4th ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കാം ക്വസ്റ്റ്യൻ എന്താണെന്ന്. ഫോർ വാട്ട് വാല്യൂ ഓഫ് എ ബി ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് 10. അതേപോലെ തന്നെ 10 ലിമിറ്റ് വരുന്നത് എക്സ് ലെസ് ദൻ ഈക്വൽ ടു 3 ആവുമ്പോൾ, അതേപോലെ തന്നെ എക്സ് പ്ലസ് ബി 3 ലെസ് ദൻ എക്സ് ലെസ് ദൻ 4, 20 ലിമിറ്റ് വരുന്നത് എക്സ് ഗ്രേറ്റർ ദൻ ഈക്വൽ ടു 4 ആണ്. പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്, ഡിഫൈൻഡ് ഓൺ ആർ ഈസ് കണ്ടിന്യൂസ്. ആർ എന്താണ്? കണ്ടിന്യൂസ് ആവുമ്പോൾ. അപ്പൊ നമുക്കറിയാം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഒക്കെ ഒരേപോലെ ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് എന്ത് ലിമിറ്റ് എക്സിസ്റ്റ് ആവുക. അപ്പൊ കണ്ടിന്യൂസ് ഫംഗ്ഷനിൽ ഇവിടെ നമുക്ക് 2 പോയിന്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഏതൊക്കെ പോയിന്റിലാണ്? ഇവിടെ നോക്കി നോക്കൂ, 3ഉം 4ഉം, ബാക്കിയൊക്കെ അതിന്റെ ഇടയിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ പോയിന്റ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ എക്സ് ഈക്വൽ ടു 3ഉം അതേപോലെ തന്നെ എക്സ് ഈക്വൽ ടു 4ഉം. അപ്പൊ നമുക്ക് 3ന്റെ ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നോക്കി നോക്കാം. അതേപോലെ തന്നെ 4ന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നോക്കി നോക്കാം. അതിൽ ലിമിറ്റ് ഒക്കെ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്ക്, നമുക്ക് എ ആൻഡ് ബി, എന്റെയും ബിന്റെ ഇവിടെ വാല്യൂ എന്താ വരിക എന്നുള്ളതാണ് കണ്ടെത്തുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എക്സ് ഈക്വൽ ടു 3ന്റെ ലിമിറ്റ് കാണാം. ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു 3 ലെഫ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ലെഫ്റ്റ് ലിമിറ്റും അതേപോലെ തന്നെ റൈറ്റ് ലിമിറ്റും അല്ലെ. അപ്പോ അത് നമ്മളുടെ എന്താണ്? എഫ് ഓഫ് 3 ആണ്. ഓക്കെ, 3ലെ പോയിന്റ്. അപ്പൊ ആ 3ലെ പോയിന്റ് നമ്മൾ ഇവിടെ കൊടുക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും? ആ ലിമിറ്റ് 3ന്റെ ലിമിറ്റ് ലെസ് ദൻ ഈക്വൽ ടു 3 എന്ന് പറയുന്നത് 3ന്റെ ലിമിറ്റ് എന്താണ്? 10 ആണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 കിട്ടി. ഇനി എച്ച് എക്സ് ഈക്വൽ ടു 4ൽ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും എഫ് ഓഫ് എക്സ് അതേപോലെ തന്നെ റൈറ്റ് ലിമിറ്റും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ഓക്കെ, അപ്പോ ആ 4ന്റെ ലിമിറ്റ് നോക്കി നോക്കൂ, 20 ആണ്. അപ്പൊ ആ 4 ഇവിടെ നമ്മൾ കൊടുക്കുമ്പോ a into 4 plus b is equal to 20. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 ഇക്വേഷൻ അതിന്റെ ലിമിറ്റ് കൊടുത്തപ്പോ കിട്ടി. ഒന്ന് 3ന്റെയും ഒന്ന് 4ന്റെയും. ഇനി നമുക്ക് എന്താണ് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്? we have to find the value of a and b. അപ്പൊ നമുക്ക് ആ 2 ഇക്വേഷൻ ഇവിടെ എഴുതി നോക്കാം. എന്തൊക്കെ കിട്ടി? 3a plus b is equal to 10 കിട്ടി അല്ലെ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. പിന്നെ എന്താ കിട്ടിയത്? 4a plus b എന്ന് പറയുന്നത് നമുക്ക് 20 കിട്ടി അല്ലെ. 2 ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി. ഇനി ഈ 2 ഇക്വേഷൻ നമ്മൾ സൈമൾട്ടേനിയസ്ലി സോൾവ് ചെയ്യാം അല്ലെ. നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടല്ലോ, അതിനെ സൈമൾട്ടേനിയസ്ലി സോൾവ് ചെയ്യുന്നതിൽ ഈ സെക്കൻഡ് ഇക്വേഷന് വലിയ ഇക്വേഷന് ചെറിയ ഇക്വേഷൻ മൈനസ് ചെയ്താലും മതി. ഇപ്പൊ നമ്മൾ ഇതിന്ന് മൈനസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ബിന്ന് ബി പോയി, 4a 3a പോയാൽ ഒരു a, 20 10 പോയാൽ 10. എന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ബിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ. അപ്പൊ ഞാൻ ഈ ഒരു ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ ആണ് സെലക്ട് ചെയ്യുന്നത്. 3a plus b equal to 10. അപ്പോൾ 3 into എന്റെ വാല്യൂ 10 കൊടുത്തു, b is equal to 10. So 3 into 10 എന്ന് പറഞ്ഞാൽ 30 plus b is equal to 10. അപ്പോൾ b എന്ന് പറയുന്നത് 10 minus 30, therefore b is equal to -20. അതല്ലേ നമ്മളോട് ഇവിടെ ഫൈൻഡ് ചെയ്യാൻ പറയുന്നത്. എന്താ നമുക്ക് വാല്യൂ വേണ്ട? ഏതിന്റെയൊക്കെ വാല്യൂ നമുക്ക് വേണ്ടത്? we have to find the value of a and b. അപ്പോൾ a എന്ന് പറയുന്നത് എന്ത് കിട്ടി? 10 കിട്ടി. b എന്ന് പറയുന്നത് എന്താണ്? 20 കിട്ടി. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് ചോദ്യമായിട്ട് കാണാം. till then bye.